നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. 10 ദിവസം മുൻപ് കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണി പള്ളിയുടെ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മുടപ്പുഴ അരിമ്പിളി വർഗീസ് എൽസി ദമ്പതികളുടെ മകൻ ആൻഡോ, ഭാര്യ വെസ്റ്റ് കൊരട്ടി കിലുക്കൻ ജോയിയുടെ മകൾ ജിഷു എന്നിവരാണ് മരിച്ചത്. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനായി റവന്യൂ ജില്ലാ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. സ്വകാര്യ അന്യായത്തിലുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് നടപടി. 20 മീറ്ററോളം വീതിയുള്ള റോഡിന്റെ പല ഭാഗത്തും കയ്യേറ്റം നടന്നിട്ടുള്ളതായാണ് പരാതി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുക, വെള്ളക്കെട്ട് അവസാനിപ്പിക്കുക, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂരിൽ INTUC പ്രതിഷേധ ധർണ നടത്തി. ES സാബു ഉദ്ഘാടനം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ മുടക്കുഴ സ്വദേശി കറുപ്പൻ വീട്ടിൽ അജു വർഗീസിനെയാണ് ഇരിങ്ങാലക്കുട DYSP PK കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഭാരതത്തിലെ 10ാമത്തെ ക്രൈസ്തവ ദേവാലയമായ അമ്പഴക്കാട് ഫൊറോന പള്ളിയിൽ മാർ തോമാസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായി തിരുനാൾ റാസയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർ തോമാസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ തിരുക്കർമ്മങ്ങളിലും നേർച്ചൂട്ടിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഭീമമായ മൊബൈൽ ഫോൺ റീചാർജ്, ഇന്റർനെറ്റ് ചാർജ് വർദ്ധിപ്പിച്ച ജിയോ, എയർടെൽ, VI തുടങ്ങിയ കമ്പനികളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജുവിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.